പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങളെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ ശരീരത്തെയും നമ്മുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നമുക്ക് നരകത്തിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയണം. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ പാവപ്പെട്ട അടിമകളാണ്. അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയും അവൻ്റെ അധികാരവും വിളിച്ചോതുന്ന നിരവധി സംഭവങ്ങൾ ഏത് കാലഘട്ടത്തിലും നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വയനാടുണ്ടായ വലിയ ദുരന്തമടക്കം. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വന്നാൽ അതിനെ തടുക്കാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയില്ല. അതിന് വിധേയപ്പെടുക എന്നല്ലാതെ അവന്റെ തീരുമാനത്തെ മറികടക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ 2 ദിവസം മുമ്പ് എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു, വയനാട് ദുരന്തം നടന്നതിന് ശേഷം അവിടെയുള്ള ഒരു സ്ത്രീ അവളുടെ അനുഭവം പറയുന്ന ഒരു രംഗം. വീട് പൊളിഞ്ഞു ചാടി കാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വലിയ ഒരു കൊമ്പൻ ആനയുടെ മുമ്പിൽ ചെന്ന് ആനയോട് പച്ച മലയാളത്തില് ഞങ്ങളൊന്നും ചെയ്യരുതേ, ഞങ്ങൾ വളരെ വിഷമിച്ച് വരികയാണ് എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പറയുന്നത് ആനയുടെ കണ്ണിന്ന് വെള്ളം വരുന്നു എന്നാണ്. ആനയുടെ കാൽക്കൽ ആ സ്ത്രീയും കുട്ടിയും നേരം വെളുക്കുന്നവരെ കഴിച്ചുകൂട്ടി എന്ന് അവൾ അനുഭവം പറയാണ്. അതിപ്പോ ആ സ്ത്രീ എന്തായാലും കറാമത്ത് പറഞ്ഞൊന്നുമല്ല എന്ന് ഉറപ്പാണല്ലോ. പുത്തൻവാദികളായ ആളുകൾ ചിലപ്പോ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ മൈസൂർ കാട്ടില് ആനകളുടെ അടുത്തൊക്കെ പോയിരുന്നു എന്ന് പറയുമ്പോൾ സ്വീപാകരട്ട്. ഏത് ആനയുടെ മനസ്സും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ഏത് മനസ്സുകളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ആ ആനക്ക് ഈ സഹോദരിയും അവളൊരു അമുസ്ലിം സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അമുസ്ലിം സ്ത്രീയും കുട്ടിയും സമീപത്ത് ചെന്നപ്പോൾ ആനയുടെ മനസ്സിൽ അവരെ ആക്രമിക്കാൻ അള്ളാഹു തോന്നിപ്പിച്ചില്ല, മറിച്ച് അവരെ സംരക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതിൽ ഒത്തു നിൽക്കുകയാണ് ആന. അപ്പൊ അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതവൻ നടപ്പാക്കും. പരീക്ഷണങ്ങൾ പലതും ലോകത്ത് സംഭവിക്കും. ലോകം, ഈ ഭൂമി ലോകം പരീക്ഷണത്തിന്റെ ലോകം. ഇവിടെ സുഖത്തിന്റെ ലോകമല്ല, പരീക്ഷയാണ്. പരീക്ഷയിൽ ജയിക്കണം. ചിലപ്പോൾ അനുഗ്രഹം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. ആ പരീക്ഷയിൽ ജയിക്കൽ കുറച്ച് നല്ല പണിയുള്ള കാര്യമാണ്. അനുഗ്രഹം കിട്ടുമ്പോൾ അഹങ്കാരം, അതുപോലെ വിദ്വേഷം, അതുപോലെ അകപ്പെരുമ, ലോകമാന്യം, അങ്ങനെ പല സംഭവവും നടക്കും. വാസ്തവത്തിൽ ഇതൊന്നും എൻ്റെ പവറല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല, ഇതൊക്കെ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഒരാൾ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് താഴ്മ വർദ്ധിക്കുകയാണ് ചെയ്യുക. അള്ളാഹു എനിക്ക് തന്ന നിഅമത്തിന് നന്ദി ചെയ്യണമല്ലോ എന്ന ബോധമാണ് ഉണ്ടാകുക. ഇതേപോലെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോഴും അവൻ പൊറുതികേടും ഉണ്ടാവില്ല. കാരണം എൻ്റെ റബ്ബ് എനിക്ക് തന്നതല്ലേ, എല്ലാം തന്ന റബ്ബ് എനിക്ക് എന്ത് തന്നാലും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആ ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാകുക. അപ്പൊ അതിന് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും അള്ളാഹുവിലുള്ള ചിന്തയുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെ ഒന്ന് വന്നാൽ, അള്ളാഹുവിലുള്ള ഉറച്ച ചിന്തയും വിശ്വാസവും വന്നാൽ, ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും അത് എനിക്ക് ഭക്ഷണവും വെള്ളവും തന്ന റബ്ബ്, കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും ഒക്കെ തന്ന റബ്ബ്, ആ റബ്ബ് ഇഷ്ടപ്പെടുന്നതാണോ അല്ലേ, ആ റബ്ബ് പൊരുത്തപ്പെടുന്നതാണോ അല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അവനിൽ നിന്ന് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അവൻ ആരെയും പരിഹസിക്കൂല. കാരണം പരിഹസിക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം? ഇന്ന് ഞാൻ നല്ല ആരോഗ്യമുള്ളവനാണ്, നാളെ എൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ഇന്ന് സാമ്പത്തിക ശേഷിയുള്ളവനാണ്, നാളെ എൻ്റെ അവസ്ഥ എന്താണ്?
ആർക്കും അറിയില്ല. ഞാനൊരാളെ പരിഹസിക്കുമ്പോൾ ഞാനൊരു നല്ല ജോറാണ് എന്ന് തോന്നുമ്പല്ലേ എനിക്ക് പരിഹാസത്തിന്റെ മനസ്സുണ്ടാവുള്ളൂ. മറ്റേയാൾ മോശക്കാരനാണെന്ന് തോന്നുമ്പല്ലേ എനിക്ക് പരിഹസിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിവരമുള്ളവർ പരിഹസിക്കൂല. അതാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരാൾ കൊല്ലപ്പെട്ടു പോവുകയും കൊന്ന വ്യക്തികൾ ആരാണെന്ന് അറിയാതെ വിഷമിക്കുകയും ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ആളുകൾ വന്നിട്ട് ഞങ്ങളെ എളാപ്പാനെ കൊന്നുപോയി അല്ലെങ്കിൽ മൂത്താപ്പനെ കൊന്നുപോയി എന്ന് പറയുകയും ആളുകൾ സങ്കടം പറയുകയും ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളുടെ ഒരു പശുവിനെ ഇറക്കണമെന്ന് അള്ളാഹ് പറയുന്നത്. അതാണ് സൂറത്തുൽ ബഖറ എന്ന സൂറത്ത് തന്നെ വന്നങ്ങനെ ആ പേര് വന്നത്. നിങ്ങൾ പശുവിനെ ഇറക്കണം. അപ്പൊ അവർ ചോദിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ജാഹിലീങ്ങളെ ഏർപ്പാടാണ്. വിവരമുള്ളവൻ പരിഹസിക്കൂല, ഒരാൾ ഇൻസൾട്ട് ആക്കൂല. കാരണം വിവരമുള്ളവൻ എപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചും ന്യൂനതയെക്കുറിച്ചും സദാ ബോധവാനായിരിക്കും. അദ്ദേഹം മറ്റുള്ളവരെ പരിച്ച് എപ്പോഴും മതിപ്പും ബഹുമാനവും ആദരവുമായിരിക്കും മനുഷ്യന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന് പറയാൻ വേണ്ടി തോന്നിപ്പിച്ചു കൊടുത്തേണ്ടതാണ്, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിൽ ഞാൻ അള്ളാഹുവിനോട് കാവലിരുന്നു. അള്ളാഹിന്റെ കാവലില്ലാതെ ഒരാൾക്ക് നന്നാനും കഴിയില്ല, വിടക്കാനും കഴിയില്ല. അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ ഇവിടെ സംഗതി നടക്കുകയില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച ഒരു മാനസികാവസ്ഥ നേടിയെടുക്കണം. അത് സ്ത്രീകളും പുരുഷന്മാരും നേടിയെടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും മിൻ ദക്കരിൻ വ ഉൻസ, ആണോ പെണ്ണോ ആര് നല്ല കാര്യം ചെയ്താൽ അതിന് പ്രതിഫലം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പുരുഷന്മാരും സ്ത്രീകളും രണ്ടു ഭാഗം. സ്ത്രീക്ക് പുരുഷൻ വേണം, പുരുഷന് സ്ത്രീ വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു അവലംബം വേണം. അവർക്ക് അവരുടെ കുട്ടിക്കാലത്ത് ബാപ്പയുടെ അവലംബം, കുറച്ചു കഴിഞ്ഞാൽ ബാപ്പ ഭർത്താവിന്റെ അവലംബം, ഭർത്താവ് ചിലപ്പോൾ മരിക്കുന്ന സമയം വരുമ്പോൾ ആൺമക്കളുടെ അവലംബം. ഇങ്ങനെ ഒരു അവലംബം ഉള്ളവരായിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും ജീവിക്കുക. അപ്പൊ ആ സ്ത്രീകളെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും നൽകുന്ന വിധത്തിൽ പുരുഷന്മാരുടെ ജീവിത രീതി ഉണ്ടാകണം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യമാരുടെ കൂടെ വീട്ടിൽ വെച്ച് ജോലിയിൽ സഹായിച്ചു കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതിനേക്കാൾ വലിയൊരാളെ അല്ലാഹു ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, അവരോട് കൂറ് പുലർത്തുക, അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുകയാണ്. വീട്ടു ജോലിയിൽ സഹായിച്ചു കൊടുക്കും. നമ്മളൊരു കാര്യമായ മൂല്യാൽ ഒരു പുരയിൽ വീട്ടു ജോലിയിൽ സഹായിച്ചു കൊടുത്താൽ അയാൾ എന്തോ ഒരു 2ാം നമ്പറാണ് തോന്നുന്നത്. നമുക്ക് തോന്നല് ശരിയല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങളെ കാണുമ്പോൾ മൂല്യാരുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ ഭാര്യമാരോട് കാണിച്ച പെരുമാറ്റം, രീതി അത് എത്ര സുന്ദരമാണ്. ഹജ്ജിന് പോകുമ്പോൾ, യാത്ര പോകുമ്പോൾ ഭാര്യമാരിൽ ഒരാളെ ഒരു യാത്രയെ കൂട്ടും, അടുത്ത യാത്രയ്ക്ക് വേറെ ആളെ കൂട്ടും, അങ്ങനെ കൂടെ കൊണ്ടുപോവാണ്. അത് ഭാര്യമാരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. പോകുന്ന സ്ഥലത്ത് കൂടെ കൊണ്ടുപോവുക, പറ്റുന്ന സ്ഥലത്ത്, സാധിക്കുന്ന സമയത്ത്. അതൊക്കെ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണല്ലോ. സ്വന്തം തന്നെ പോലും അങ്ങനെ തന്നെയല്ല പോകുക. ഒരാൾ അവൻ കഴിയുന്ന സമയത്ത് പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുള്ളൂ. അത് പോകുമ്പോൾ ഭാര്യമാരെ കൂട്ടുക. ഹജ്ജിന് പോകുമ്പോൾ ഭാര്യമാരുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഹജ്ജ് വേളയിൽ മെൻസസ് ഉണ്ടാകുക. അപ്പൊ ആയിഷ ബീബി കരയാണ്. കാരണം ഈ അമലുകളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ മെൻസസ് ഉണ്ടായാലും ഇപ്പൊ എന്താ ചെയ്യാന്നുള്ള ബേജാറിൽ കരയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാണ്, എന്തിനാ കരയുന്നത്? നിനക്ക് കരയേണ്ടെന്ന് വിഷയമുള്ളത്. ഇത് അല്ലാഹു തആല ആദം നബീന്റെ മക്കൾക്ക് മുഴുവനും കണക്കാക്കപ്പെട്ടൊരു സംഗതിയല്ലേ ഇത്. എല്ലാ സ്ത്രീകൾക്കുള്ളതല്ലേ, അതിന് എന്ത് കരയാനാ? എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, എല്ലാം ചെയ്യാൻ പറ്റൂലോ, തവാഫ് മാത്രമല്ലേ പറ്റാത്തതുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. നമ്മളാണ് സംസാരിക്കുന്നത് നേരെ തിരിച്ചാ പറയാ. ഇനി ഇങ്ങനെയാ തവാഫ് ചെയ്യാന്നറിയാം, ബാക്കിയുള്ള എല്ലാവരും വെക്കും. ഇനി ഇങ്ങനെ ഇപ്പൊ തവാഫ് ചെയ്യാ എന്ന് നമ്മൾ ആദ്യം തന്നെ പറയാം. നബി തങ്ങൾ അങ്ങനെയല്ല, എല്ലാം ചെയ്യാലോ, സമാധാനത്തിന്റെ വാക്കെല്ലാം പറഞ്ഞിട്ട് തവാഫല്ലേ പറ്റാണ്ടുള്ളൂ, അത് സാരമില്ലല്ലോ, നമുക്ക് പിന്നെ ചെയ്യാലോ.
ആ രൂപത്തിൽ സ്ത്രീകളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രൂപത്തിലാണ് പുരുഷന്മാരെ സംസാരം ഉണ്ടാകേണ്ടത്. സ്ത്രീകളും അങ്ങനെ തന്നെ. ദഖലത്തിൽ ജന്ന, ഭാര്യ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ അവൾ സ്വർഗത്തിൽ കടന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ സ്വർഗത്തിലാണെന്ന് അങ്ങനെ വിധിക്കാൻ പറ്റില്ല. അത് വിധിക്കാൻ പറ്റുന്നവരുണ്ട്. ഇപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. നമുക്ക് പറയല് നമ്മൾ പറയുന്നത് തന്നെയാണ്. അതുപോലെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാന്മാരെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നവരുണ്ടാവും. വേറൊരു വ്യക്തിയെ സംബന്ധിച്ച് ആൾ സ്വർഗത്തിലാണെന്ന് പറയാൻ നമ്മൾ സ്വർഗത്തിൽ പോയി വന്നതാണ്, നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. അതേസമയം മൊത്തത്തിൽ പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് മമ്മാത്തത്തു വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച സ്ത്രീ സ്വർഗത്ത് കടന്നു. അപ്പോൾ സ്ത്രീകൾ ഭർത്താവിന്റെ തൃപ്തി വാങ്ങി ജീവിക്കുന്നവരായി അവര് വളരണം. ആശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് ഭാര്യമാരോട് പെരുമാറണം. ഖുർആന്റെ നിർദ്ദേശമാണ്. അപ്പൊ ഭാര്യമാരോട് കടികടി എന്നുള്ള സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അവരെ സന്തോഷിപ്പിക്കണം. അവർക്ക് നമ്മളല്ലാതെ വേറെ ആരും സന്തോഷം കൊടുക്കാൻ ഉണ്ടാകുക. അപ്പോൾ അവർക്ക് സന്തോഷത്തിന്റെ വാക്കുകൾ, സന്തോഷത്തിന്റെ വാചകങ്ങൾ അതേ ഭാര്യമാരോട് സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മളെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം. അതാണ് കൂവം പുസക്കുന്നല്ലേ അള്ളാഹ് ആദ്യം പറഞ്ഞു, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കാക്കണം. ശേഷം പറയാണ് വാഹലിക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും. അപ്പൊ നമ്മൾ മാത്രമേ സ്വർഗത്ത് കിടന്ന പോരല്ലോ. ഞാൻ സ്വർഗത്ത് കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ കൂടെ ഉണ്ടാകണം, എൻ്റെ മക്കൾ കൂടെ ഉണ്ടാകണം, എൻ്റെ ഉമ്മയും പാപ്പയും ഉണ്ടാകണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്, അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ കാര്യത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഒരു വിധത്തിൽ നമ്മുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പാതിരയായാൽ എഴുന്നേറ്റ് നിസ്കരിക്കും. ആ നിസ്കാരം നീണ്ട നിസ്കാരമായിരിക്കും. ആയിഷ തന്നെ പറയുന്നുണ്ട്, എന്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചും അതിന്റെ ഭംഗിയെ കുറിച്ചും നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, അത്രയും നീണ്ടത് എന്നാണ്, അത്രയും ഭംഗിയുള്ള നിസ്കാരം എന്നാണ്. ആ നിസ്കാരം നിർവഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ലാസ്റ്റ് എത്തുമ്പോൾ ഭാര്യമാരെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടുകൂടി തഹജ്ജുദ് നിസ്കരിപ്പിക്കും, അല്ലെങ്കിൽ വിത്ർ നിസ്കരിപ്പിക്കും. അപ്പൊ അങ്ങനെ ഞാൻ മാത്രം സ്വർഗത്തില് എനിക്ക് മാത്രം അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു നിങ്ങൾ ചിന്തിച്ചതുപോലെ എന്റെ കൂടെ എന്ന നിലയ്ക്ക് ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ. അവര് നല്ലവരായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് നിരാശപ്പെട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല. തൗഫീഖ് റബ്ബിൽ നിന്നുണ്ടാകണം, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമല്ലോ. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. എൻ്റെ കാലഘട്ടത്തിൽ പ്രായമുള്ള ആളുകൾ എന്നൊക്കെ ഞാൻ കണ്ടുവന്ന സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഇന്ന് കുട്ടികളോട് പെരുമാറാൻ പാടില്ല. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവർ അങ്ങനെ പല രംഗങ്ങളിലും അവർ ഇറങ്ങിച്ചെന്ന് അവർ പല കാര്യങ്ങളും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ നല്ല സ്നേഹം പ്രകടിപ്പിക്കണം കുട്ടികളോട്. ആ സ്നേഹം ഒരിക്കലും തന്നെ അമിതമായി പോകാൻ പാടില്ല. അവർക്ക് എന്തിനും സ്വാതന്ത്ര്യം നൽകുന്ന രൂപത്തിലാകാൻ പാടില്ല. മറിച്ച് അവർ അരുതാത്തത് ചെയ്താൽ തന്നെ വളരെ സൗമ്യമായി വിളിച്ച് നല്ല സന്തോഷത്തോടെ അവരെ ഉപദേശിക്കണം. നേരെ മറിച്ച് നമ്മളൊരു പ്രകോപന ശൈലിയിൽ കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ അനുഭവത്തിൽ തന്നെ എത്ര ചെറിയ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ റിപ്പോർട്ട് വായിച്ചു. ആ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ആരിൽ നിന്നോ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഴയ കാലം പോലെ അല്ല ഇപ്പോൾ കുട്ടികൾ പഴയ കാലത്തൊന്നും അങ്ങനെയല്ല. പഴയ കാലത്തൊക്കെ അവിടെ അവർ കീഴൊതുങ്ങി നിൽക്കുന്നൊരു കാലമാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഞാനെന്താ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരെ അത്രയും വിവരക്കേട് വർദ്ധിച്ചൊരു കാലമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് സൗമ്യമായിട്ടായിരിക്കണം കാര്യങ്ങൾ പറയുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതും വളരെ നല്ല നിലക്കായിരിക്കണം. അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം.
നമ്മൾ ഗർഭിണികളായ സ്ത്രീകൾ ദുആഉൽ കർബ് ധാരാളം ചൊല്ലണമെന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്. ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക, ഖുർആൻ ഓതുക. അപ്പൊ ആ ഖുർആനും ദിക്റും നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള അഥവാ സഹോദരിമാർ ഗർഭിണികളുടെ വയറ്റിലുള്ള കുട്ടികൾക്ക് അതിൻ്റെതായ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതിന് ഗർഭിണികൾ ഇരുന്ന് ഗൈബത്ത് പറയരുത്, അല്ലാത്തവരും പറയരുത്. അവ ഈ കുട്ടിയും കൂടി ബാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ കളവ് പറയരുത്, ചീത്ത വിളിക്കരുത്. നമ്മൾ പറയുന്നത് നല്ലതായിരിക്കണം. നമ്മളെ കുട്ടികൾ നമ്മളുടെ നാവിൽ നിന്ന് കേൾക്കുന്നതൊക്കെ നല്ല വർത്താനായിരിക്കണം. ഭർത്താവും ഭാര്യയും തമ്മിൽ കലഹിക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് പുരോഗമിക്കാൻ കഴിയില്ല. ആ കുട്ടി എന്നും ടെൻഷനായിരിക്കും. ആ കുട്ടിക്ക് പഠനത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. ആ കുട്ടി ഈ ടെൻഷനോടുകൂടിയാണ് മദ്രസയിലും സ്കൂളും ഒക്കെ പോകുന്നത്. അപ്പൊ ആ കുട്ടിക്ക് പഠന പുരോഗതി ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾക്കും നല്ല മനസ്സമാധാനം ഉണ്ടാകുന്ന നിലക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ അഥവാ ബാപ്പയും ഉമ്മയും തമ്മിൽ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് ആ കുട്ടികൾ കാണേണ്ടത്. അതേ സമയത്ത് നമ്മൾക്ക് ഒരു ഭർത്താവിന് ഭാര്യയെ സംബന്ധിച്ചോ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംബന്ധിച്ചോ ഒക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ മാത്രം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നും കുട്ടികളെ അറിയിക്കാൻ പാടില്ല, കുട്ടികളോട് കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ കുട്ടികളുടെ മനസ്സിൽ ഉള്ള എല്ലാ മതിപ്പും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെ കുട്ടികൾ പ്രായം വളർന്ന് ശരീരം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാപ്പിക്ക് കവാത്തെടുക്കും പോലെയാണ് ചിലതൊക്കെ വെട്ടിമാറ്റേണ്ടിയുണ്ടാവും അവരുടെ സ്വഭാവങ്ങൾ. ആ സ്വഭാവങ്ങൾ വെട്ടിമാറ്റാതെ പോയാൽ ആ കുട്ടികൾ പിന്നീട് നമുക്ക് ദ്രോഹം ചെയ്യും, ഫലം ചെയ്യൂല. അള്ളാഹു നമ്മളെ എല്ലാവരും മക്കളെയും നന്നാക്കി തരട്ടെ, നമ്മളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം വേണം. ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മറ്റുള്ളവർക്ക് നൽകുന്ന ഭക്ഷണവും പൂർണ്ണമായും ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കഴിക്കണം. അല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ഹിദായത്തിന്റെ നൂറ് നഷ്ടപ്പെടും, ലലാലത്ത് കടന്നു വരും. എനിക്കറിയാം, എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരൊറ്റ പുത്തൻവാദിയില്ല, ഒരു മുജാഹിദുമില്ല. ആദ്യമായിട്ടൊരു മുജാഹിദ് ഉണ്ടായത് യതീം ഖാന എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സ്ഥലത്ത്. അവിടെ പഠിപ്പിക്കുന്നതോ യതീമല്ലാത്ത കുട്ടികളെയാണ്. അപ്പൊ ആളുകൾ യതീമിൻ്റെതെന്ന നിലക്ക് സംഭാവന വാങ്ങിയിട്ട് യതീമല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കുക ഒരു നിലക്കും പാടില്ലാത്ത പരിപാടിയാണ്. പക്ഷെ സ്ഥാപനം നടത്തി എന്നുള്ള ഒരു പേരെടുക്കാൻ കഴിയും. പഠിച്ചവനൊക്കെ ഇത് പറ്റുമില്ല എന്നുള്ള വേറെ വിഷയമാണ്. ജനങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആചാര് അയാളെ മകനെ കൊണ്ടുപോയി ചേർത്തു. കുറച്ച് ചെറിയ കോം മുജാഹിദായി. അതുകൊണ്ട് ഹലാലല്ലാത്തത് തിന്നാൽ അങ്ങനെയാണ്, ഹിദായത്ത് നഷ്ടപ്പെട്ടു. അപ്പൊ കഴിക്കുന്ന ഭക്ഷണം ശരിയായിരിക്കണം, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയായിരിക്കണം, ചിന്തകൾ ശരിയായിരിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, ആദരവ് കാണിക്കേണ്ടതിനോട് ആദരവ് കാണിക്കണം. നമ്മൾ ഇന്നാളൊരു ദിവസം സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, എത്രയോ കാലമായിട്ട് ഒരാൾ. പക്ഷെ ഞാൻ മെല്ലെ മേലോട്ട് നോക്കുമ്പോൾ കാണുന്നത് മോള് കുറച്ചൊക്കെ കേടുവന്ന് പറഞ്ഞാൽ അതിന്റെ കവറൊക്കെ കേടുവന്ന് പറയാൻ മുസാഫ് ഉണ്ട്. അതിങ്ങനെ തട്ടീന്റെ മോള് അവിടെ ഇട്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒരു ആർക്കും വേണ്ടാത്ത സാധനം ഇട്ട മാതിരി ഇട്ടിട്ട് അതിന്റെ മോള് പല്ലി കയറുന്നു, പല്ലിക്കാട്ടുണ്ടാകുന്നു, ഇത് മാറാല കെട്ടുന്നു. ഇത് മുസാഫാണ്. ആ മുസാഫ് അതിൻ്റെതായ ബഹുമാനത്തിൽ വെക്കണ്ടേ? അത് എവിടെയെങ്കിലും കൊണ്ട് ഇട്ടാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾക്ക് നമ്മളെ പ്രവർത്തനങ്ങളിൽ അദബുകൾ പാലിക്കേണ്ട സ്ഥലത്ത് മുഴുവനും ആദാബുകൾ പാലിക്കണം. നമ്മളെ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ നമ്മളിങ്ങനെ പെരുമാറിയേ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെ കുട്ടികൾ നമ്മളോട് പെരുമാറുക. അങ്ങനെ എല്ലാ സ്ഥലത്തും ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ നീട്ടി സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ വന്നതായി കാണുന്നുണ്ട്. തങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വേറൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അള്ളാഹു തആല നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നല്ല പ്രവർത്തനങ്ങൾ നടത്താനും സ്ത്രീകളിൽ പ്രത്യേകിച്ചും അവർക്ക് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനും അവരിലൂടെയാണ് പുതിയ തലമുറ വളർന്നു വരേണ്ടത്. സ്ത്രീകളാണ് ഏറ്റവും മാനസികമായി ഒരുങ്ങേണ്ടത്. വരുന്ന തലമുറയെ മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്ന നബി സല്ലല്ലാഹു തങ്ങൾ പൊരുത്തപ്പെട്ട ഉമ്മത്തായി ചെറിയ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളവർ സ്ത്രീകളാണ്. അവർ നന്നായി സ്വന്തത്തിൽ സംസ്കരിക്കപ്പെടുകയും അങ്ങനെ മക്കളെ സംസ്കരിച്ചെടുക്കുകയും ചെയ്താൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾ ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ റസൂലുള്ളാഹിന്റെ പൊരുത്തവും സന്തോഷമൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ, നബി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുള്ളൂ. അതിന് സ്ത്രീകളൊക്കെ അത്തരത്തിൽ ദീനിയായ നിലക്ക് ആവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും അതിൽ ഭാഗവാക്കാകാനും ഒക്കെ സന്നദ്ധരാകണം എന്നുകൂടി ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും എല്ലാം
അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه.